നമ്മളിപ്പോൾ കാണുന്ന സ്ഥലം ബസ് റൂട്ടാണ് കേട്ടോ. അതായത് പഴയന്നൂർ തിരുവടി പോകുന്ന ബസ് റൂട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ നിന്ന് മാറി ഒരു 500 മീറ്റർ ദൂരം മാറിയാൽ ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. 1/2 കിലോമീറ്റർ ദൂരത്തിൽ തൃശ്ശൂർ ജില്ലയും പാലക്കാട് ജില്ലയുടെയും ബോർഡറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പാലക്കാട് ജില്ലയിലെ പുതുക്കോട് പഞ്ചായത്തിൽ ഒളികുത്താംപാടം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 10 സെൻറ്റ് സ്ഥലവും 1350 സ്ക്വയർ ഫീറ്റിൻ്റെ നല്ലൊരു വീടുമാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ വന്നിരിക്കുന്നത്. അതും ഈ വീട് വാങ്ങിക്കുന്നവർക്ക് ലാഭത്തിൽ തന്നെ വാങ്ങിക്കാൻ പറ്റാവുന്ന നല്ലൊരു വീടാണ് കേട്ടോ. അപ്പോൾ വില ഞാൻ ആദ്യമായി പറയാം. 26 ലക്ഷം രൂപയ്ക്ക് ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം. 4 വർഷത്തെ പഴക്കം മാത്രമാണ് ഈ വീടിനുള്ളത്. സിറ്റ് ഔട്ടൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ട്, അതും ഗ്രാനൈറ്റാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. നല്ല വിശാലമായൊരു മുറ്റമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നല്ല വലിപ്പമുള്ള മുറ്റം, പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജിൽ കിടക്കുന്ന നല്ലൊരു വീട്. 1350 സ്ക്വയർ ഫീറ്റ് വീടാണ്. ഇന്ന് നമ്മൾ കണക്കുകൂട്ടിയ സ്ക്വയർ ഫീറ്റിന് 2000 വെച്ച് കണക്കുകൂട്ടിയാൽ ഇതൊരിക്കലും നമുക്ക് നഷ്ടമല്ല, നല്ല ലാഭത്തിൽ കിട്ടുന്ന നല്ലൊരു വീടാണ്. പെട്ടെന്ന് സെയിലായിക്കോട്ടെ എന്നുള്ളത് വിചാരിച്ചത് കൊണ്ട് മാത്രം നമ്മൾ ഈ ഒരു റേറ്റിന് ഇവർ കൊടുക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ ഉടമസ്ഥൻ നല്ല ഗ്രാനൈറ്റാണ് കേട്ടോ. മൊത്തം ഗ്രാനൈറ്റ് ഇട്ടിട്ടാണ് പണിതിരിക്കുന്നത്. നല്ല വലുപ്പമുള്ള ഹാള്, നല്ലൊരു ഹാളാണ്. അത് കഴിഞ്ഞാൽ ഒരു ഡൈനിങ് ഹാള് ഇവിടെ കാണാൻ കഴിയുന്നത്. സ്റ്റെയറിൻ്റെ അടിയിലാണ് വാഷ് ബേസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 3 ബെഡ്റൂം, അതിൽ ഒരെണ്ണം അറ്റാച്ച്ഡും രണ്ടെണ്ണം കോമൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഹലോ നമസ്കാരം, പാലക്കാട് റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഉണ്ണിലാൽ. ഇന്ന് നമ്മൾ ഇപ്പോൾ കാണുന്ന വീട് 1350 സ്ക്വയർ ഫീറ്റിൻ്റെ വീട്, 10 സെൻറ്റ് സ്ഥലം, വെറും 4 വർഷം പഴക്കമുള്ള നല്ലൊരു വീടാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. ഈ കാണുന്നത് നമ്മൾ 1ാമത്തെ ബെഡ്റൂമാണ്. മൊത്തം 3 ബെഡ്റൂം, അതിൽ ഒരെണ്ണം അറ്റാച്ച്ഡ് ആണ്, ബാക്കി 2 കോമൺ ബാത്റൂം നൽകിയിരിക്കുന്നു ബെഡ്റൂമിന്. നല്ലൊരു അടുക്കള, അതായത് നല്ല സ്റ്റോറേജ് സ്പേസൊക്കെ നൽകിയ നല്ലൊരു അടുക്കളയാണ് നമ്മൾക്കിവിടെ കാണാൻ കഴിയുന്നത്. അത് കഴിഞ്ഞാൽ തൊട്ടിപ്പുറത്ത് ആലുവ പുകയില്ലാത്ത അടുപ്പും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഇത് അടുക്കളയുടെ പുറകുവശത്തേക്ക് ഇറങ്ങാനുള്ള ഡോറാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു വീട്ടാവശ്യത്തിനുള്ള സകല വാഴ, ചേന, ചേമ്പ്, അതുകൂടെ കുരുമുളക് എന്നിവൻ്റെയൊക്കെ ഒരു പറമ്പിൻ്റെ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. 1350 സ്ക്വയർ ഫീറ്റ് വീടിനും 10 സെൻറ്റ് സ്ഥലം, 4 വർഷം പഴക്കമുള്ളൊരു വീടിനാണ് ചോദിക്കുന്ന വില. 26 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. വില ഒട്ടും കൂടുതലല്ല. വീഡിയോ വ്യക്തമായി കാണുക. ഒരു പൊട്ടലോ ഒന്നുമില്ല വീടിന്. നല്ല മനോഹരമായ നല്ലൊരു വീടാണ്. പെയിൻറ്റിങ്ങിൻ്റെ ചെറിയ പോരായ്മയുണ്ട് ഈ ഒരു വീടിന്. ആൾ താമസമില്ലാത്തതിൻ്റെ ഒരൊറ്റ പോരായ്മ കൊണ്ട് മാത്രമാണ് അങ്ങനെ ഇരിക്കുന്നത് വീട് കേട്ടോ. അത് 4 വർഷമേ പഴക്കമുള്ളൂ. മൊത്തം ഗ്രാനൈറ്റാണ് ഇട്ടിരിക്കുന്നത്. നല്ല വലുപ്പമുള്ള ബെഡ്റൂമൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇത് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാ ജനലും വാതിലെല്ലാം മരത്തിൻ്റേതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കണം. നല്ല ഗ്രാനൈറ്റൊക്കെ ഇട്ട നല്ല മനോഹരമായ നല്ലൊരു വീടാണ്. നമ്മൾ മുകളിലത്തെ നിലയിലേക്കാണെങ്കിൽ കയറിപ്പോവാം. നമ്മൾ ഓപ്പൺ ടെറസിലേക്ക് നമുക്ക് കയറിപ്പോവാം. ഇവിടെ ഇനിയുള്ള ശകലം പണികളൊക്കെ ഉണ്ട് വീടിന്. ഒരു പെയിൻറ്റിങ്ങിൻ്റെയും അതുകൂടാതെ ഒന്ന് സ്റ്റെയർ കയറി ചെല്ലുമ്പോൾ കയറി പിടിക്കാനുള്ള കോണിപ്പടി അതൊക്കെ പിടിപ്പിക്കാനുള്ള ഇതൊക്കെ ഒന്ന് ചെയ്യാനുണ്ട്. ഇത് വീടിൻ്റെ ടെറസിൻ്റെ മുകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ 1-2 ബെഡ്റൂം എടുക്കാൻ പറ്റാവുന്ന ഒരു സ്പേസ് ഇവിടെ കാണാൻ കഴിയുന്നു. മനോഹരമായ മുമ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ടാറിങ് റോഡ് ഫ്രണ്ടേജ്. അത് കഴിഞ്ഞാൽ പിന്നെ മുൻവശത്ത് വേറെ ഒരു വീടൊന്നും വരാനില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു പാടം, അത് കൃഷിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കൂർക്ക കൃഷിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പ്രത്യേകിച്ച് ഇനി അതിന് മുമ്പിൽ ഒരു വീട് വന്ന് മറയാനോ ഒന്നുമില്ല. അത് മനോഹരമായ ഒരു ഏരിയ തന്നെയാണ്. ചുറ്റുഭാഗവും വീടുകളൊക്കെ ഉണ്ട്. ഇവിടെ വെള്ള സൗകര്യത്തിനായിട്ട് പൈപ്പ് വെള്ളമാണ് ഉള്ളത്. പൈപ്പ് വെള്ളം നേരിട്ട് ടാങ്കിലേക്ക് വന്ന് കയറുകയാണ് കേട്ടോ. പഞ്ചായത്ത് പൈപ്പ് കണക്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നേരിട്ട്
മുകളിൽ ടാങ്ക് വെച്ചിട്ടുണ്ട്. ടെറസിൻ്റെ മുകളിൽ ആ ടാങ്കിലേക്ക് വന്ന് കയറുകയാണ്. അപ്പോൾ ചുറ്റുപാടും വീടുകളൊക്കെയുള്ള നല്ലൊരു ഏരിയ തന്നെയാണ്. ഈ വീടിൻ്റെ അടുത്തുള്ള ടൗൺ ഏതാണെന്ന് ചോദിച്ചാൽ പുതുക്കോട്, തച്ചനടി, പിന്നെ തൃശ്ശൂർ ജില്ലയിൽപ്പെട്ട പഴയന്നൂരാണ് അടുത്തുള്ള ടൗണായിട്ട് വരുന്നത് കേട്ടോ. ചുറ്റുഭാഗവും വീടുകളൊക്കെ ഉള്ളൊരു ഏരിയ ആണെന്ന് ഞാൻ മുന്നേ പറഞ്ഞു. വെള്ള സൗകര്യത്തിനായിട്ട് വെള്ളം പൈപ്പ് വെള്ളമാണ്. നേരെ വന്ന് ടാങ്കിലേക്കാണ് ഈ പൈപ്പ് വെള്ളം വന്ന് കയറുന്നത് കേട്ടോ. തൊട്ടടുത്ത വീട്ടിൽ കിണറൊക്കെ ഉണ്ട്. അത് അടുത്ത വീട് പറഞ്ഞാൽ ഈ വീടിൻ്റെ കുടുംബക്കാർ തന്നെയാണ്. അതുകൊണ്ട് അവിടെ നിന്നാണ് നമുക്ക് ഈ കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതൊക്കെ അതിൽ തന്നെയാണ്. പഞ്ചായത്തിൽ വെള്ളവും നല്ല വെള്ളം തന്നെയാണ്, ബോർവെല്ലിൽ നല്ല വെള്ളം തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചുറ്റും വേലിയാണ്, അതായത് മുൻവശം മാത്രം ഹോളോ ബ്രിക്സ് കട്ടയിൽ കെട്ടിയ മതിലാണ് കെട്ടിയിരിക്കുന്നത്. അതൊരു തേപ്പ് പണിയുടെ കുറവുണ്ട്. പിന്നെ വീടിൻ്റെ ഭിത്തിയുടെ സൈഡ് ഭാഗമൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. വെള്ളം ചളിവെള്ളമൊന്നും ഭിത്തിയിലേക്ക് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ചുറ്റുഭാഗവും ബാക്കി 3 ഭാഗവും വേലിയാണ് കേട്ടോ. നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നത് വേലിയാണ്. വീടിൻ്റെ പുറകുവശത്തേക്ക് വീടിൻ്റെ പുറകുവശമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ പുറകുവശത്തോടെ പോകുമ്പോഴേ വീട് പൊട്ടൽ അങ്ങനെയൊന്നുമില്ല. ശകലം പൊട്ടലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനലിൻ്റെ ഒരു താഴ്ഭാഗം നമുക്കിവിടെ കാണാൻ കഴിയും. ഈ ജനലിൻ്റെ താഴ്ഭാഗത്താണ് ഒരു പൊട്ടലുള്ളത്. ഇതാണ് ആകെ ഉള്ളൊരു പൊട്ടൽ. ശകലം സിമെൻറ്റ് പോയിൻ്റ് എന്ന് മാത്രമേ ഉള്ളൂ, വേറെ യാതൊരു കുഴപ്പമില്ല. അപ്പോൾ വീഡിയോ വ്യക്തമായിട്ട് എല്ലാവരും കാണണം, സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. വീടിൻ്റെ വില ഒരിക്കൽ കൂടി പറയുന്നു, 26 ലക്ഷം രൂപ, 10 സെൻറ്റ് സ്ഥലവും 1350 സ്ക്വയർ ഫീറ്റ് വീടിനും. കിഴക്കോട്ടാണ് വീടിൻ്റെ ദർശനം. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഇവിടെ ഒരു ഭാഗത്ത് ഒത്തിരി സ്ഥലം ബാലൻസ് ഉണ്ട്. നമുക്കൊരു കോഴിക്കൂട് പണിയാനോ ആട്ടുംകൂട് പണിയാനൊക്കെ ആയിട്ട് സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വ്യക്തമായി ഒന്ന് കാണുക. കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. അടുത്ത പുതിയ വീഡിയോയുമായി നമുക്കിനി വീണ്ടും കാണാം.